ഹലോ, ഇവിടുത്തെ മഴ കണ്ടോ? ഭയങ്കര ശക്തമായ മഴയാണ് കേട്ടോ ഞങ്ങൾക്ക്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഭയങ്കര കാറ്റുമാണ്. ഇന്നലെ മഴ നിന്നിട്ടേയില്ല. മരങ്ങളുടെ കമ്പുകളൊക്കെ ഒടിഞ്ഞു വീഴുന്നു. ഗ്രൗണ്ട് ഫുള്ളും വെള്ളമായി. ഇത് ആലപ്പുഴ ജില്ലയിലാണ് ഇത്രയും മഴ കിട്ടിയത്. നിങ്ങൾക്കൊക്കെ മഴയുണ്ടെങ്കിൽ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. വീട്ടിൽ തന്നെ നല്ല പുളിയൊന്നും ഇല്ലാത്ത കട്ടത്തൈര് ഈ മഴക്കാലത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് എത്ര ഹെൽത്തി ആയിരിക്കും അല്ലേ തൈര്. അതായത് നോക്കിയാൽ നല്ല അടിപൊളി കട്ടത്തൈരല്ലേ. നമുക്കിത് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ സൂപ്പറാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഓടിയൊന്ന് കണ്ട് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഞാൻ മിൽമ പാൽ കൊണ്ടാണ് തൈര് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീടുകളിലുള്ള പാല് മേടിക്കുകയാണെങ്കിൽ നല്ല ഫാറ്റുള്ള പാല് വേണം ഇതിന് എടുക്കാനായിട്ട്. എന്നാലേ നല്ല തൈര് നല്ല കട്ടയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മിൽമ പാലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതും ഫുൾ ഫാറ്റുള്ളത് തന്നെ മേടിക്കാൻ നോക്കണം. 2 ഗ്ലാസ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിന് തീ ഒന്ന് കത്തിച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. നല്ലതുപോലെ തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തിളച്ച് കഴിഞ്ഞ് തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചൊന്ന് വറ്റിച്ച് ചെറിയ രീതിയിൽ, ഒത്തിരി വറ്റാൻ പാടില്ല. ഇതിലെല്ലാത്തിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചൂടാതെ ഒന്ന് പതുക്കെ ഇളക്കി അതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിനെ ഇറക്കി വെച്ചിട്ട് അതൊന്ന് തണുക്കട്ടെ. ഒരുപാട് തണുക്കരുത്. ഒരു ചെറിയ ഒരു ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ. നമുക്ക് ഒഴിക്കുമ്പം പാലിന് ചെറിയൊരു ചൂടുണ്ടാവണം. ഹൈ ചൂട് പാടില്ല, തണുക്കാനും പാടില്ല. അപ്പോൾ ഇതെല്ലാം പാലിതേ തിളച്ചിട്ടുണ്ട്. പാടയൊന്നും ചൂടിയിട്ടില്ല. ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇളക്കുന്ന മാത്രം ഇച്ചിരി പണിയായിട്ട് ഇതിനകത്തുള്ളൂ കേട്ടോ. കുറച്ച് സമയം അതിനായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തൈര് കിട്ടും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ അത് ചെറുതായിട്ട് ഒന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചൂടൊന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നമ്മളിതിൻ്റെ കുറച്ചെടുത്ത് നമ്മുടെ കയ്യിലൊന്ന് ഒഴിച്ച് നോക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു ചൂട്. നമ്മൾ കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കത്തില്ലേ, ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ അവർ കുടിക്കുമ്പോഴത്തേക്കും നാക്ക് പൊള്ളാത്തൊരു ചൂട്. ആ ചൂടിൽ വേണം നമുക്ക് തൈര് റെഡിയാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് ഇതിന് എടുക്കുന്നതൊക്കെ ഒന്ന് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ തന്നെയാണ് ഞാൻ വെക്കാൻ പോകുന്നതും. അപ്പോൾ ഇതിനായിട്ട് തൈര് എടുത്തിരിക്കുന്നത് ഞാൻ കടയിൽ നിന്നൊക്കെ മേടിച്ചിരിക്കുന്ന തൈരാണ്. അതിൽ നിന്ന് ഞാനൊരു 1.5 ടീസ്പൂണേ എടുക്കുന്നുള്ളൂ. പാല് കുറച്ചേ ഉള്ളൂ. 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇടുകയാണ്. അരിപ്പയിലിടുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ തൈരിനകത്തും കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ തൈര് ഉറയാകുന്ന സമയത്ത് ആ വെള്ളം കുറച്ച് കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും. അപ്പോൾ ഈ അരിപ്പയിൽ വെച്ച് ആ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് നമുക്ക് അത് ഒഴിക്കാം. പിന്നെ വേണ്ടുന്നത് ഒരു കാസറോളാണ്. അതായത് ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, നമുക്ക് ഒരു ചൂട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഞാനത് ഇച്ചിരി ഹൈറ്റുള്ള കാസറോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രമാണോ വെക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു കാസറോൾ. ഇപ്പോൾ കാസറോൾ ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും ഡാർക്കായിട്ടുള്ളൊരു പ്ലേസിൽ കൊണ്ടുവച്ചാലും മതി. അതിൻ്റെ വെള്ളമൊക്കെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നുണ്ടോ, ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ ബൗളിലേക്ക് തൈരിനെ ഇട്ട് കൊടുക്കാം. നമ്മളിത് മൺചട്ടിയോ വല്ല ഭരണിയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്ന് വെച്ചാൽ എക്സ്ട്രാ ഉള്ള വെള്ളം മൺചട്ടിയൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്തോളൂ. അപ്പോൾ തൈര് നല്ല സെറ്റായിട്ടിരിക്കും. ഈ തൈരിനെ ഇനിയും നന്നായിട്ട് ഉടച്ചിട്ട് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു തവി പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലെ ആ ഉറയായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള പാല് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനത് നിറയുന്ന അത്രയും പാലേ ഒഴിക്കുന്നുള്ളൂ. ഇനി എന്നിട്ട് കറണ്ട് പോയ കണ്ടോ, കാറ്റ് കാരണം കറണ്ട് വന്നും പോയി നിൽക്കുകയാണ്. ഇനി ഇതിനെ 1 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പാലും ആ ഉറയും കൂടി നന്നായിട്ട് മിക്സ് ആവട്ടെ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ ചെറിയ ചൂട് അതിനുണ്ട്. ഇനി നമുക്കിത് കാസറോളിൽ വെച്ചിട്ട് നല്ലതുപോലെ അടയ്ക്കണം. അടച്ച് കാസറോളിൽ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഡാർക്കായിട്ടുള്ളൊരു കോർണറില്ലേ, നമുക്ക് സ്റ്റോർ റൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടിക്കകത്തോ ഷെൽഫിനുള്ളിലോ ഓവനുള്ളവർക്കാണ് ഓവനകത്തോ ഒക്കെ വെച്ചിട്ട് നമുക്കത് ചൂട് കിട്ടാനാണ്, തണുപ്പ് കാലമായതുകൊണ്ട്. അപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും. നല്ല കട്ട തൈര് കിട്ടുകയും ചെയ്യും. ഞാനൊരു ഉച്ചയ്ക്ക് വെച്ചതാണ്. ഇത് രാവിലെ ആയപ്പോഴേക്ക് തൈരൊന്ന് നോക്കിയേ, നല്ല അടിപൊളി കട്ട തൈര് നോക്കിയാൽ നല്ല ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ തുറന്നപ്പോൾ തന്നെ എൻ്റെ മക്കൾ അതിന് ചുറ്റും നിൽക്കുന്നുണ്ട്. അതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ അവർക്ക് ഇപ്പം തന്നെ കഴിക്കണമെന്ന്. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി തൈരാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ടും ധൈര്യമായിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് പഞ്ചസാര ഇട്ട് കഴിച്ചാലും പുളിയൊന്നുമില്ല. നമുക്ക് നല്ല അടിപൊളി ലസ്സിയായി. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നല്ല ചോറിൻ്റെ ഉപ്പിട്ട ചോറിനകത്തേക്ക് അതിൻ്റെ പുറത്തേക്ക് തൈര് ഒഴിച്ച് ഒരു പപ്പടവും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ഒരു കറിയും വേണ്ട, കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.